ഇപ്പോൾ പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ചർച്ചകൾ നമ്മൾ അധികം കേൾക്കുന്നില്ലെങ്കിലും കോൺഗ്രസിനുള്ളിൽ അത് സജീവമായി തന്നെ ഉണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അങ്ങനെ ഒരു വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ചർച്ചകളും അതിന്റെ ഭാഗമായി ഉണ്ടാകും. പിന്നെ സുധാകരനെ സംബന്ധിച്ച് നമ്മളിത് മുൻപും ചർച്ച ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് തവണ ഈ വിഷയം പറഞ്ഞതാണ്. അപ്പോൾ സുധാകരനെ സംബന്ധിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ താല്പര്യം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വി.ഡി. സതീശനോടും കെ.സി. വേണുഗോപാലിനും അദ്ദേഹത്തിനോട് ഉള്ള പ്രശ്നം ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും, അല്ലെങ്കിൽ തന്നെ രമേശ് ചെന്നിത്തലയോട് ഉള്ള താല്പര്യം, ചെന്നിത്തലയും ആ നിലയിൽ തന്നെ സുധാകരനെ പരിഗണിക്കുന്ന നേതാവാണ്. അപ്പോൾ അഭിമുഖത്തിൽ ശ്രദ്ധിച്ചു അറിയില്ല, സുധാകരനുമായി നല്ല വ്യക്തിബന്ധമാണെന്നാണ് സംശയമില്ലാത്ത രീതിയിൽ വി.ഡി. സതീശൻ പറഞ്ഞതല്ലേ. അത് എസ്.കെ.എൻ. വി.ഡി. സതീശൻ എല്ലായ്പ്പോഴും അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിക്കാറുണ്ട്, ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണ്. പക്ഷെ ഒരു വാർത്താ സമ്മേളനത്തിൽ മ്യൂട്ട് ചെയ്ത് ചില വാക്കുകൾ നമുക്ക് പോലും കേൾപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതാണ് ഇവരുടെ നല്ല ബന്ധം. മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ എസ്.കെ.എൻ. കെ സുധാകരൻ ഒരു മുതിർന്ന നേതാവാണ്, അദ്ദേഹത്തിന്റെ പ്രായം നമുക്കറിയാം, അദ്ദേഹം ജീവിച്ചു വന്ന തലമുറ നമുക്കറിയാം. അപ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു ചോദ്യം കേട്ടാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകാത്തൊരു നേതാവാണ് സുധാകരൻ. അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്, അത് ആ തലമുറ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു തവണ ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു വാർത്താ ലേഖകൻ ഇംഗ്ലീഷിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുധാകരൻ വളരെ വേഗം വി.ഡി. സതീശന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അദ്ദേഹം വി.ഡി. സതീശൻ മനസ്സിലാകുമല്ലോ. അപ്പോൾ വി.ഡി. സതീശൻ എന്താണ് ചെയ്തത്? നിങ്ങളോടാണ് ചോദിച്ചത്, മറുപടി പറഞ്ഞുകൊള്ളാൻ പറയുകയാണ്. അങ്ങനെ അവിടെ നിർത്തി അപമാനിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്ന് വി.ഡി. സതീശൻ നിരന്തരം വന്ന് പുറത്തു പറയുന്നത്. സംശയത്തിന് ആനുകൂല്യം കൊടുക്കാം, മറുപടി പറയേണ്ട ആൾ ഇദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹം ആ ചോദ്യമാണ് ചോദിച്ചത്, ആ ഇംഗ്ലീഷ് അത് അദ്ദേഹം ചോദിച്ചത് എന്നുള്ളത് തന്നെയാണ്. ആ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇവർ വന്ന് നല്ല ബന്ധമാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ നല്ല ബന്ധം മ്യൂട്ട് ചെയ്ത് മാത്രം നമുക്ക് കേൾപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് മാധ്യമങ്ങൾക്കടക്കം. അതാണ് ഇവരുടെ നല്ല ബന്ധം. പിന്നീട് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, സുധാകരനിൽ നിന്നും ഇപ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ ഉറപ്പുകൾ എന്താണെന്നുള്ളതാണ്, അതറിയില്ല. ഒരുപക്ഷെ KPCC അധ്യക്ഷ പദവുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്റെ വ്യക്തിപരമായ അഭിപ്രായം എസ്.കെ.എൻ. KPCC നേതൃപദവിയിലേക്ക് സുധാകരൻ മാറി നിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ, ബാക്കിയൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. അദ്ദേഹത്തിന് പ്രായാധിക്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അതായിരുന്നല്ലോ മാറ്റി നിർത്താനും കാരണം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളിലും അത് നിരന്തരം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ് കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായി പോകാതെ ഒരുമിച്ച് പോകുന്ന നില ഉണ്ടാകുന്നതായിരിക്കും അല്പം കൂടി നല്ലതെന്ന്. എസ്.കെ. നമ്മൾ അന്നും പറഞ്ഞതാണ്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഓഫ് കോഴ്സ് കോൺഗ്രസിനകത്തുണ്ട്. ജയിച്ചാൽ ആരും മുഖ്യമന്ത്രിയാകുമെന്നുള്ള കാര്യം, അതിനകത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. അതിനനുസരിച്ച് നമ്മളന്ന് ദിലീപേട്ടൻ പറഞ്ഞിരുന്നു, അതിനനുസൃതമായ സ്ഥാനാർത്ഥികളെ ചേർത്താൻ ഈ നേതാക്കളൊക്കെ നോക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം. ഒരിക്കൽ സുധാകരൻ അത് പറഞ്ഞു, അദ്ദേഹം ഇന്നത് അത് ആവർത്തിച്ച് പറയുന്നു. നേരത്തെ PJ കുര്യൻ അത് പറഞ്ഞിരുന്നു. എസ്.കെ. എന്നതിൽ പ്രധാനം ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഇത് വേണമെങ്കിൽ CPM ഒരു വലിയ ചർച്ച ഏറ്റെടുത്ത് അവർ ചർച്ചയാക്കാം. പാർട്ടിക്ക് കോൺഗ്രസിനകത്ത് ഭയങ്കര അടി. ഇപ്പോൾ ഇത് CPM സൈബറുകൾ ക്യാപ്സുകൾ ഓരോ ദിവസം ഓരോ മുഖ്യമന്ത്രി എന്ന മറ്റുള്ള ക്യാപ്സുകൾ ഇറക്കുന്നതല്ലാതെ CPM-ന്റെ പ്രധാന നേതാക്കളൊന്നും ഇതുവരെ പിടിക്കുന്നില്ല, ചർച്ചയാക്കുന്നില്ല. അതിന് കാരണം നമ്മൾ അന്ന് പറഞ്ഞതാണ്, എസ് കെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവുന്ന സാഹചര്യം എന്താണ്? LDF-നെ പരാജയപ്പെടുത്തി UDF അധികാരത്തിലേക്ക് വരുന്നു എന്ന സിനാറിയോയിലാണല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണല്ലോ. അത് കാരണം അവർ അത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കി വെക്കണ്ട എന്ന് ബുദ്ധിയുള്ള LDF നേതാക്കൾ വളരെ വൃത്തിയായി അറിയാം. അപ്പോൾ അങ്ങനെ ഒത്തില്ല, കോൺഗ്രസ് കൊത്തുകയില്ല. അത് കൊത്തേണ്ടത് ചർച്ചയാക്കേണ്ടത് വേണമെങ്കിൽ LDF-നാണ്. LDF ചർച്ചയാക്കൽ കാര്യം. അത് ചർച്ച ചെയ്യുന്ന സിനേരിയോ അത് വി.ഡി. സതീശനാവട്ടെ, രമേശ് ചെന്നിത്തലാവട്ടെ, KC വേണുഗോപാൽ ആരും ആയിക്കോട്ടെ, ചർച്ച ചെയ്യുന്ന സിനേരിയോ UDF അധികാരത്തിലേക്ക് ഒരു സിനേരിയോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.